കോഴിക്കോട് വടകര കോട്ടക്കൽ അഴിമുഖത്ത് മത്സ്യത്തൊഴിലാളി കടലിൽ വീണു. വല വീശുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടുപോയത്. തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കടൽത്തീരത്ത് ഇപ്പോഴും തെരച്ചിൽ സജീവമായി നടക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സമീർ സി മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. സമീർ, ഈ ഈ തൊഴിലാളിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ നമുക്ക്? ഗുഡ് മോർണിംഗ് എസ്കെൻ. തൊഴിലാളിയെ സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. തൊഴിലാളിക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. സാധാരണ ഇത്തരത്തിലുള്ള ഈ കടലാക്രമണം ഉണ്ടാകുമ്പോഴുമൊക്കെ മീൻ പിടിക്കുന്ന ആൾ തന്നെയാണ് മുഹമ്മദ് ഷാഫി. പക്ഷേ ഇന്ന് 8:30 കൂടെ മുഹമ്മദ് ഷാഫി തിരയിൽപ്പെടുകയായിരുന്നു. അവിടെ വല വീശുന്നതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത്. കൂടെ ഉണ്ടായിരുന്നവർക്ക് അപ്പോൾ തന്നെ ഷാഫിയെ കാണാതായ വിവരം ലഭ്യമാവുകയും തുടർന്ന് തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നാണ് ഈ തിരച്ചിൽ തുടരുന്നത്. ഇതുവരെയും മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെയോ ഫിഷറീസ് വകുപ്പിൻ്റെയോ ഉദ്യോഗസ്ഥരോ ജീവനക്കാരോ ആരും തന്നെ അങ്ങോട്ട് എത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കൊരു പരാതിയുണ്ട്. വളരെ വേഗത്തിൽ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഇതിനകത്ത് ഇടപെടണമെന്നും വിശദമായിട്ടുള്ള തിരച്ചിൽ നടത്തണമെന്നുള്ളൊരു ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നു. മലപ്പുറം ചേളാരി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷാഫിയെയാണ് ഇപ്പോൾ കടലിൽ കാണാതായിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ ഷാഫിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. SKN. താങ്ക് യു. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. എത്രയും വേഗം ഈ തൊഴിലാളിയെ കണ്ടെത്താൻ കഴിയട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. വക്കം GP ഒരു കാര്യം അറിയിക്കുന്നു. വക്കം ഗ്രാമപഞ്ചായത്തിലെ റോഡ് വർഷങ്ങളായി ദുരിതക്കയമാണ്. ഒരു വാർത്തയാക്കാമോ എന്നാണ് വക്കം GP ചോദിക്കുന്നത്. എൻ്റെ GP, കേരളത്തിൽ മിക്കവാറും റോഡുകളൊക്കെ വളരെ മോശപ്പെട്ട നിലയിലാണ് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്.